ചോറിന് എളുപ്പം തട്ടിക്കൂട്ടാവുന്നൊരു കറിയാണേ, കത്തിരിക്ക കൊണ്ട്. കത്തിരിക്ക നന്നായിട്ട് വട്ടത്തിനരിഞ്ഞ് വെച്ചു. നമുക്കിനി ഒരു പാത്രത്തിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ് ഇത്രയും ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ വട്ടത്തിനരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ കത്തിരിക്കയിലോട്ട് ഈ മുളകും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും കൂടെ മിക്സ് ചെയ്തത് ഒന്ന് തേച്ച് വെക്കാം. കത്തിരിക്കയിലോട്ടൊരു തേച്ച് വെച്ചതിന് ശേഷം ഒരു 10-15 മിനിറ്റ് ഇതൊന്ന് കത്തിരിക്ക റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഒരു 10 മിനിറ്റ് നമ്മൾ ഇത് മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പാത്രം എടുത്ത് അതിലോട്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു അതിലോട്ട് നമ്മൾ ഈ മസാല പുരട്ടി വെച്ചിരിക്കുന്ന കത്തിരിക്ക ഓരോന്നോരോന്നായിട്ട് ഇട്ട് 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് ഇതൊന്ന് മൊരിച്ചെടുക്കണം. ഒരുപാട് കരിഞ്ഞു പോകണ്ട, ഈ പരുവത്തിന് മൊരിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ തൈര് എടുക്കുക. തൈര് ഉപ്പിട്ട് കലക്കി വെച്ചിരിക്കുന്നതാണ്. ഈ മൊരിച്ച കത്തിരിക്ക ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ മിക്സ് ചെയ്ത തൈരിലോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ കത്തിരിക്ക പൊരിച്ച അതേ ചീനച്ചട്ടിയിൽ തന്നെ നമ്മൾ കുറച്ച് കടുക് ഇട്ട് വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് ഇതൊന്ന് കടുക് പൊട്ടി വറ്റൽമുളകൊന്ന് ചുമന്ന് വരുന്ന രീതിക്ക് നമുക്ക് ഇതിനെ ഒന്ന് കടുക് വറുത്തെടുക്കാം. കടുക് വറുത്ത് മിശ്രിതത്തിന് നമ്മൾ ഈ തൈരിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണയോട് കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് നമ്മളുടെ തൈരും കത്തിരിക്കയും ഈ മസാല എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തൈര് കറി റെഡിയായി. സിമ്പിളാണ് കേട്ടോ. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട്